പട്ടാമ്പി പുതിയ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയില്ല. കല്ലിടൽ നടത്തിയെങ്കിലും സർവേ നടപടികൾ പോലും പൂർത്തിയായില്ല. പട്ടാമ്പി നഗരസഭയും തൃത്തല ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കാൻ പദ്ധതിയുള്ളത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പട്ടാമ്പിയിൽ പുതിയ പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അരനൂറ്റാണ്ട് മുൻപ് അന്നത്തെ ഗതാഗത സൗകര്യങ്ങൾക്കനുസരിച്ചാണ് നിലംപതി പാലം നിർമ്മിച്ചത്. വർഷങ്ങൾക്കിപ്പുറം വാഹനങ്ങളുടെ എണ്ണം 10 ഇരട്ടിയിലധികം വർദ്ധിച്ചതോടെ പട്ടണത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ കുപ്പിക്കഴുത്തായാണ് പാലം നിൽക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് ഭാരതപ്പുഴ കരകവിഞ്ഞൊഴുകി പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും തകർന്നിരുന്നു. ശക്തമായ വെള്ളപ്പാച്ചിലിൽ പാലത്തിന് ബലക്ഷയമുണ്ടായെന്ന കണ്ടെത്തലിനെ തുടർന്ന് ആഴ്ചകളോളം ഗതാഗതവും നിരോധിച്ചു. കൈവരികൾ സ്ഥാപിച്ച് പാലം ഗതാഗത യോഗ്യമാക്കിയെങ്കിലും പുതിയ പാലം എന്ന ആവശ്യം ശക്തമാവുകയായിരുന്നു. കിഫ്ബിയിൽ ഏർപ്പെടുത്തിയ പദ്ധതിക്ക് 2020 ഏപ്രിലിൽ 30.86 കോടി രൂപയുടെ സാമ്പത്തികാനുമതി ലഭിച്ചിരുന്നു. 370.9 മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത്. 7.5 മീറ്റർ റോഡും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും നിർമ്മിക്കും. ഇരുഭാഗത്തേക്കുമുള്ള അനുബന്ധ റോഡുകളും പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. പുതിയ പാല നിർമ്മാണത്തിനുള്ള കല്ലിടൽ നടത്തിയെങ്കിലും സർവേ നടപടി എന്നു പൂർത്തിയാകുമെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമില്ല. നിലവിലുള്ളതിനേക്കാൾ ഉയരത്തിലാവും പുതിയ പാലം നിർമ്മിക്കുന്നത്. ഇതോടെ മഴക്കാലത്ത് ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നാലും ഗതാഗത തടസ്സമുണ്ടാവില്ലെന്ന കണക്കുകൂട്ടലിലാണ് അധികൃതർ. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം കൂടിയാണ് പട്ടാമ്പി പാലം. NCV ന്യൂസ്, തൃത്തല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.